നമസ്കാരം. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരു സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതിനൊരു നന്ദിയുണ്ട് എല്ലാവരോടും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ പറയാൻ കാര്യം, ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ എല്ലാത്തിനൊന്നും ഞാൻ മറുപടി എനിക്ക് പറ്റുന്നില്ല. പിന്നെ പറ്റുന്നതിനൊക്കെ ഞാൻ പറയുന്നുമുണ്ട്. പിന്നെ പുതിയ ചാനൽ തുടങ്ങുന്ന കാര്യം ചോദിച്ചിട്ടും ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനത് പല വീഡിയോയും കുറേ നാളുകളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ അങ്ങനെ അധികം വലിയ ചാനലൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ നമുക്കുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സിന് അതിന് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് കഷ്ടപ്പെടുക തന്നെ വേണം. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ ചാനൽ തുടങ്ങുന്ന ഒരു 5 വർഷം മുമ്പ് തന്നെ ഈ ഫേസ്ബുക്കിനകത്ത് ഞാൻ റീൽസ് ഇട്ട് തുടങ്ങി. അത് 2019 ഇട്ട റീൽസ് വരെ ഞാൻ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റീൽസ് ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലിട്ട റീൽസുകൾ ആൾക്കാർ കാണുന്നത് നമുക്ക് എത്ര ആൾക്കാർ കാണും എന്ന് ആശ്രയിച്ച് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനകത്ത് ഇട്ടിട്ട് 1000 ആൾക്കാർ വീതം കാണുന്ന വീഡിയോസുകൾ സൂക്ഷിച്ച് വെക്കും. 1000 താഴെ കാണുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. 1500, 2000, 5000, 10000 കണ്ട ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത്, യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത്, ഈ വീഡിയോസൊക്കെ നമ്മളെ സ്വന്തമായിട്ടുണ്ടാക്കിയ വീഡിയോസ് തന്നെയാണ്. ഞാൻ അതിലെടുത്തിട്ട് ഫേസ്ബുക്കിനകത്ത് ഇട്ടിരിക്കുന്ന സൗണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ആ വീഡിയോ വേറെ സൗണ്ട് ആഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ യൂട്യൂബിനകത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഫേസ്ബുക്കിൽ കണ്ട പോലെ തന്നെ കൂടുതൽ ആൾക്കാർ കാണാനും തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ആൾക്കാരെ ഇതിനകത്തേക്ക് റീൽസിലൂടെ ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. 1000 സബ്സ്ക്രൈബറൊക്കെ ആകാൻ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് 1000-ന് മുകളിൽ കയറിയത്. ഇപ്പം ഒരു 10K ആകാൻ പോകുന്നു. പിന്നെ വ്യൂവേഴ്സ് ഒരു 35 ലക്ഷം ആകാൻ പോകുന്നു. മണിക്കൂർ 16,000 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും മതി നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട്. പിന്നെ ഇത് കൂടാതെ ഞാൻ ഫിഷിങ്ങിൻ്റെ വീഡിയോസുകൾ ധാരാളമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇടുമായിരുന്നു. പിന്നെ നമുക്ക് പരിചയമുള്ളവർ, അവരോട് ചോദിച്ചിട്ട്, പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ കൂടെ മീൻ പിടിക്കാൻ പോകുമ്പം അവരും കൂടി പിടിക്കുന്നത് വീഡിയോ ഞാൻ എടുക്കുമായിരുന്നു. അത് ചിലരൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ അത് ഇഷ്ടക്കേട് പറയും, അങ്ങനെ പിടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാറില്ല, ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തവരുടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ആൾക്കാർ കാണാൻ തുടങ്ങിയായിരുന്നു. അതിനകത്തും കാഴ്ചക്കാരില്ലാത്ത വീഡിയോസുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ നിങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും അതിൻ്റെ നിരന്തരമായ ഓരോ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാക്കി എടുക്കാൻ പറ്റും. അതിൽ കൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചാനൽ തുടങ്ങിയിട്ട് ഒന്നും ആകുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട ആരും മാറണ്ട. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും അത് സാധിക്കുകയും ചെയ്യും. അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മതി. എനിക്കിപ്പം ധാരാളം ഷോർട്സുകൾ ഞാൻ എടുത്തത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് തന്നെ ഇപ്പോഴും കയ്യിലിരിപ്പുണ്ട്. ഇടാൻ ദിവസം അപ്ലോഡ് ചെയ്യുന്ന എണ്ണം ഇട്ടിട്ട് പോലും പറ്റാത്ത പോലെ വീഡിയോസ്, റീൽസുകൾ ഉണ്ടാക്കിയത് വീണ്ടും എൻ്റെ കയ്യിൽ ഇനി ഇരിപ്പുണ്ട്. അത് ഞാനിങ്ങനെ 2, 3, 4 വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് അതിന് ആൾക്കാർ കാണുന്നത് നോക്കിയിട്ട് അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഇടും.
പിന്നെ വാഹനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഈ വാഹനങ്ങൾ, ബസ്, ലോറി, കാറൊക്കെ ഓടിപ്പോകുന്ന ഒരു 10 സെക്കൻഡുള്ള വീഡിയോസുകളുണ്ട്. 10, 15, 20 സെക്കൻഡ് വീഡിയോസുകൾ. അതൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം വാഹനം ഓടുന്നതാണ്. അപ്പോൾ നമ്മളൊരു വലിയ വീഡിയോ ചെയ്തിട്ട് അതിനൊരു 150 സബ്സ്ക്രൈബറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ല ഒരു 200 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്തിന് ഈ കൊച്ചു കുട്ടികൾ കാണുന്ന ഈ വാഹനങ്ങൾ ഓടുന്ന 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡുള്ള വീഡിയോസ് ചിലപ്പം 5000, 10000 ആൾക്കാരാണ് അതേ സമയം കൊണ്ട് കാണുന്നത്. അത് വേറൊന്നും കൊണ്ടുള്ള കുട്ടികൾക്ക് വാഹനത്തിനോടുള്ള ഇഷ്ടമാണ്. മീൻ പിടിക്കുന്നത് അതുപോലെ തന്നെ. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ തുടങ്ങാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. തുടങ്ങാൻ പറ്റുന്നവരൊക്കെ തുടങ്ങുക. അതിനകത്തൊക്കെ നമ്മളെ കൊണ്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു തരാം. അങ്ങനെ എൻ്റെ കമൻറ്റ് വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പം വീണ്ടും നമ്മുടെ ചാനലുകളൊക്കെ നിങ്ങൾ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് അത് കാണാനായിട്ട് കൊടുക്കുക, ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമസ്കാരം, ഞാൻ നിർത്തുന്നു.